So, good evening all. അപ്പോൾ നമ്മുടെ ഡിപ്ലോമയുടെ സെക്കൻഡ് ഇയർ എക്സാം മാർച്ച് 25-ാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഫെബ്രുവരി 1 അത്യാവശ്യം നല്ല സമയം നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. ഈ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഫാർമക്കോളജി എന്ന സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യന്റെ പാറ്റേൺ അറിയാം. 3 പാർട്ട് ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കാണുമ്പോൾ കുറച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ 1 മാർക്ക് ക്വസ്റ്റ്യന്റെ ഒരു അഡ്വാൻറ്റേജ് അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഒരു രീതിയിൽ നോക്കുമ്പോൾ വളരെ എളുപ്പമാണ്. ബട്ട് ആ ഒരു ആൻസർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എൻറ്റയർ മാർക്ക് നമുക്ക് നഷ്ടമാവും. സോ 20 1 വേർഡ് ക്വസ്റ്റ്യൻ അഥവാ ഫസ്റ്റ് പാർട്ടില് 20 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിനുശേഷം നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് വരും, ദെൻ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് വരും. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ. ദെൻ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചു, ബട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എക്സാമിനെല്ലാം പഠിച്ചതുകൊണ്ടായില്ല, ക്വസ്റ്റ്യൻസിന് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. നമ്മളുടെ എല്ലാവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ എക്സാം പാസ് ആവുക എന്നുള്ളതാണ്. സോ വെറുതെ പഠിച്ചു പോകാതെ എഫക്റ്റീവ് ആയിട്ട് ലോജിക്കലി ചിന്തിച്ച് ഒരു പാർട്ട് പഠിക്കുമ്പോൾ ആ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ ട്രിക്കി ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഈ പ്രീവിയസ് QP ഡിസ്കഷൻ നമുക്ക് അത്രയേറെ ഉപകാരപ്രദമാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് 2025 വന്നിട്ടുള്ള ഫാർമക്കോളജി ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിന്റെ തന്നെ ഫസ്റ്റ് പാർട്ട് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്ലിയർ ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തെ 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കെമിക്കൽ ഓൾട്ടറേഷൻ ഓഫ് ഡ്രഗ് ഇൻ ദ ബോഡി ഈസ് കോൾഡ്. വളരെ സിമ്പിൾ ആണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബയോ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഡ്രഗ് മെറ്റബോളിസം. ആ ഒരു വാക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ, ഇത് നമുക്കറിയാം. ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് ഫാക്ട് കൂടെ നോക്കാം. ഡ്രഗ് മെറ്റബോളിസം. ഡ്രഗ് മെറ്റബോളിസത്തിന്റെ പർപ്പസ് എന്താ? ആക്ച്വലി നമ്മുടെ ബോഡിയിലേക്ക് ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം നടക്കുന്നത് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് സ്ലൈഡിൽ കാണാം. ദിസ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് ഡ്രഗ് ഫ്രം സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ടു ബ്ലഡ് സ്ട്രീം. അപ്പൊ ഇത് നമുക്കൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ കെമിക്കൽ ഓൾട്ടറേഷൻ ഓഫ് ഡ്രഗ് ഇൻ ബോഡി എന്ന് ചോദിച്ചതിന് പകരം മൂവ്മെന്റ് ഓഫ് ഡ്രഗ് ഫ്രം സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ടു ബ്ലഡ് സ്ട്രീം ഈസ് കോൾഡ് എന്താണ്? അബ്സോർപ്ഷൻ. ഇനി അടുത്ത പ്രോസസ് ഏതാണ്? ഡിസ്ട്രിബ്യൂഷൻ. അതായത് ട്രാൻസ്പോർട്ട് ഓഫ് ഡ്രഗ് ത്രൂ സിസ്റ്റമിക് സർക്കുലേഷൻ ടു ടാർഗറ്റ് ഓർഗൻസ്. ഈ പ്രോസസ്സിന് പറയുന്ന പേര് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ. ഇതെല്ലാം ഓരോ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ. അപ്പൊ നമുക്ക് 1 മാർക്ക് പോലും മിസ്സാവില്ല. ദെൻ അടുത്ത പ്രോസസ് എന്താണ്? മെറ്റബോളിസം. അത് ഓൾറെഡി ഇവർ ചോദിച്ചു കഴിഞ്ഞു. ഡ്രഗിന് ബോഡിയിൽ നടക്കുന്ന കെമിക്കൽ ഓൾട്ടറേഷൻ. ഇതിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഏതാണ് മേജർ മെറ്റബലൈസിങ് ഓർഗൻ? ഏതാണ്? ഓൾറെഡി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എനിവൺ? liver. യെസ്, കറക്റ്റ്. ലിവർ ആണ് മേജർ മെറ്റബലൈസിങ് ഓർഗൻ. ഇനി ലിവർ അല്ലാതെ നമ്മുടെ കിഡ്നിയിൽ നടക്കും, അതേപോലെ ഇൻഡസ്റ്റൈൻ, അങ്ങനെ ഒരുപാട് ഭാഗത്ത് മെറ്റബോളിസം നടക്കുന്നുണ്ടെങ്കിലും മേജർ അല്ലെങ്കിൽ പ്രൈമറി ഓർഗൻ ഓഫ് മെറ്റബോളിസം എന്നറിയപ്പെടുന്നത് ലിവർ ആണ്. ഇത് അടുത്ത 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തിനു വേണ്ടിയാണ് ഡ്രഗിനെ മെറ്റബലൈസ് ചെയ്യുന്നത്? ഡ്രഗിന്റെ മെറ്റബോളിസം കഴിഞ്ഞാൽ അടുത്ത പ്രോസസ് എക്സ്ക്രീഷൻ ആണ്. എക്സ്ക്രീറ്ററി മെയിൻ റൂട്ട് ഏതാ? എക്സ്ക്രീറ്ററിയുടെ മെയിൻ റൂട്ട് എനിവൺ? നമ്മൾ യൂറിൻ വഴിയാണ് നമ്മുടെ ഈ ഡ്രഗുകളെ മിക്കതിനെയും എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ മേജർ എക്സ്ക്രീറ്ററി റൂട്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും? കിഡ്നി അഥവാ യൂറിൻ. അതൊരു യെസ്, അത് നമുക്കൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ കിഡ്നി.
അല്ലെങ്കിൽ മേജർ എക്സ്ക്രീറ്ററി റൂട്ട്, ദാറ്റ് ഈസ് യൂറിൻ. ഇനി കിഡ്നി അല്ലാതെ മൈനർ റൂട്ട്സ് ഏതൊക്കെയാണ്? നമ്മുടെ സ്കിൻ വരും, അതായത് സ്വെറ്റ് വഴി എലിമിനേറ്റ് ചെയ്യാം, ബൈല് വഴി എലിമിനേറ്റ് ചെയ്യാം, ഫീക്കൽ മാറ്റർ വഴി എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ യൂറിൻ വഴിയാണ് മേജർ ഡ്രഗ് എലിമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. യൂറിൻ വഴി പോകണമെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസ് വാട്ടർ സോലബിൾ ആയിരിക്കണം, ആണല്ലോ. അതുകൊണ്ട് നമ്മുടെ ഡ്രഗിനെ വാട്ടർ സോല്യൂബിൾ ആക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ് ഡ്രഗ് മെറ്റബോളിസം. ക്ലിയർ ആണോ? ഇങ്ങനെയെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് ട്രിക്കി ആയിട്ട് ചോദിക്കാം. അതായത് നമ്മുടെ ഡ്രഗിനെ കൂടുതൽ പോളാർ ആക്കി മാറ്റുന്ന പ്രോസസ് ഏത്? പോളാർ മീൻസ് കൂടുതൽ വാട്ടർ സോല്യൂബിൾ ആക്കി മാറ്റുക. അതും എന്താണ് ആൻസർ വരുന്നത്? ഡ്രഗ് മെറ്റബോളിസം അഥവാ ബയോ ട്രാൻസ്ഫോർമേഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത്രയും കൺസെപ്റ്റ് ആണ് കിട്ടുന്നത്. ഇതെല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് മെറ്റബോളിസത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനൂറുണ്ട്. ഏതാണെന്ന് അറിയാമോ? ഫേസസ് ഓഫ് മെറ്റബോളിസം. ഇത് കൂടുതലും ഈ 3 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഈ ഫേസസ് ഓഫ് മെറ്റബോളിസം കൂടുതൽ ചോദിക്കാം. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പെരിഫറി ആയിട്ട് നോക്കാം. ഫേസ് 1 ഞാൻ പറഞ്ഞു, ഡ്രഗ് മെറ്റബോളിസം നടക്കുന്നതിന്റെ മെയിൻ പർപ്പസ് എന്താണ്? ഡ്രഗിനെ കൂടുതൽ വാട്ടർ സോല്യൂബിൾ ആക്കി മാറ്റാം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ യൂറിൻ വഴി എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കൂ. സോ അതിനാദ്യം നടക്കുന്ന റിയാക്ഷൻസിനെ നമ്മൾ ഫേസ് 1 റിയാക്ഷൻസ് എന്ന് പറയും. ഇതിനൊരു മറ്റൊരു പേരുണ്ട്. ഏതാണ്? ഫങ്ഷണലൈസേഷൻ. ഈ ഒന്നിലധികം പേരുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മസ്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം. നമുക്ക് വേണമെങ്കിൽ ഏതൊക്കെയാണ് ഫങ്ഷണലൈസേഷൻ റിയാക്ഷൻസ് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്ക് ഏരിയയിൽ വരാം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഫേസ് 1 എന്ന് ഓർത്തു പോകും, ബട്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഫങ്ഷണലൈസേഷൻ റിയാക്ഷൻ ആവും. ഫങ്ഷണലൈസേഷൻ റിയാക്ഷൻസ് ഇതിന് എക്സാമ്പിൾസ് ആണ് ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഹൈഡ്രോളിസിസ്. ഇനി ഈ ഫേസ് 1 ഉണ്ടായ മെറ്റബോലൈറ്റിനെ വീണ്ടും വാട്ടർ സോലബിൾ ആക്കി മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് ഫേസ് 2 വരാം. ഫേസ് 2 വേറൊരു പേരുണ്ട്, കോൺജുഗേഷൻ. മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ തന്നെ റിലീസ് ചെയ്യുന്ന എൻഡോജീനസ് സബ്സ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ ഈ മെറ്റബോലൈറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മുടെ മെറ്റബോലൈറ്റ് വീണ്ടും വാട്ടർ സോലബിൾ ആവും. ഈ ഫേസ് 2 വരുന്ന റിയാക്ഷൻസ് ആണ് ഗ്ലൂക്കറോണേഷൻ, സൾഫേഷൻ, അസറ്റൈലേഷൻ, ഗ്ലൂട്ടാതയോൺ കോൺജുഗേഷൻ. ക്ലിയർ ആണോ? ഇനി ഈ ഒരു ഭാഗത്തിനെ 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റാനായിട്ട് പറ്റുമോ? ബിക്കോസ് മെറ്റബോളിസം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അതിന്റെ ഫേസസ്, വേരിയസ് ഫേസസ് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ഇതിൽ ചോദിക്കാൻ പറ്റുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മെറ്റബോളിസം. അപ്പൊ ഓരോ ഭാഗം പഠിക്കുമ്പോഴും അതിൽ നിന്ന് എങ്ങനെയൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാം, 3 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാം, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാം. ആ രീതിയിൽ പഠിച്ചു പോവാം. ദെൻ അവസാനത്തെ പ്രോസസ് ഏതാണ്? എക്സ്ക്രീഷൻ. ദിസ് ഈസ് നത്തിങ് ബട്ട് ദി റിമൂവൽ ഓഫ് ഡ്രഗ് ഫ്രം ദി ബോഡി. ഓക്കെ. ദെൻ മേജർ എക്സ്ക്രീറ്ററി റൂട്ട് ഒക്കെ നമ്മൾ പറഞ്ഞു, അതൊക്കെ ഓർത്തു വെക്കാം. ഈ അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, എക്സ്ക്രീഷൻ, ഇതിനെ എല്ലാം കൂടി പറയുന്ന ആ ഒരു സ്റ്റഡിക്ക് പറയുന്ന പേരെന്താ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഫാർമക്കോകൈനറ്റിക്സ്. യെസ്. വേണമെങ്കിൽ അത് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. The study of drug absorption, distribution, metabolism and excretion is called pharmacokinetics. So ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്നാണ് നമുക്ക് ഇത്രയും മോഡൽ ക്വസ്റ്റ്യൻസ് കിട്ടിയത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ചോദിച്ചിരിക്കുന്നു, an example for anticholinergic drug with bronchodilator activity. ബ്രോങ്കോ ഡയലേറ്റേഴ്സിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബ്രോങ്കോ ഡയലേറ്റേഴ്സ് മെയിൻ ആയിട്ട് ബീറ്റ-2 അഗോണിസ്റ്റ് വരും, ആന്റി കൊളിനർജിക്സ് വരും, സാൻഡൈൻ വരും. ഇതില് ആന്റി കൊളിനർജിക് ആയിട്ടുള്ള ഒരു ബ്രോങ്കോ ഡയലേറ്ററിനെയാണ് ചോദിച്ചിരിക്കുക. ആകെ 2 ഡ്രഗേ ഉള്ളൂ, ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ് അല്ലെങ്കിൽ ടയോട്രോപ്പിയം ബ്രോമൈഡ്. ഇവരെ എടുക്കുന്ന റൂട്ട് ഇൻഹലേഷൻ വഴിയാണ്. ക്ലിയർ ആണോ? ബട്ട് നമുക്ക് അത് മാത്രം പഠിച്ചാൽ പോരാ. ബീറ്റ-2 അഗോണിസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ഏതാ?
എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ് സാൽബ്യൂട്ടമോൾ, സാൽമെട്രോൾ. രണ്ടുപേരുടെയും പേരിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. സാൽബ്യൂട്ടമോൾ ആൻഡ് സാൽമെട്രോൾ ആർ കമ്മിങ് അണ്ടർ ദി കാറ്റഗറി ഓഫ് ബീറ്റ-2 അഗോണിസ്റ്റ്. ഇവര് ബ്രോങ്കോ ഡയലേഷൻ തരും. എന്ന് വെച്ചാൽ നമ്മുടെ എയർവേസിലുള്ള സ്മൂത്ത് മസിൽസിനെ റിലാക്സ് ചെയ്യിപ്പിക്കും. അവിടെയുള്ള ബീറ്റ-2 റിസപ്റ്റേഴ്സിൽ ഈ ഡ്രഗ് ബൈൻഡ് ചെയ്യുന്നു, അവിടെയുള്ള സ്മൂത്ത് മസിൽ റിലാക്സ് ചെയ്യുന്നു, അങ്ങനെ ബ്രോങ്കോ ഡയലേഷൻ തരുന്നു. ആന്റി കൊളിനർജിക്സ് ആണെങ്കിൽ അവരുടെ മെക്കാനിസം എന്തായിരിക്കും? ഈ എയർവേസിലുള്ള സ്മൂത്ത് മസിലിലുള്ള മസ്കാരനിക് റിസപ്റ്റർ ആന്റി കൊളിനർജിക് ആണ്. പിന്നെ ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒരു സാന്തൈൻ ഡ്രഗ് വിത്ത് ബ്രോങ്കോ ഡയലേറ്റർ ആക്ടിവിറ്റി, അത് ഏതായിരിക്കും? തിയോഫിലിൻ. അപ്പൊ ഈ ഒരു 3 കാറ്റഗറിയും പഠിച്ചു വെക്കാം. ബ്രോങ്കോ ഡയലേറ്റേഴ്സ് 3 കാറ്റഗറി: ബീറ്റ-2 അഗോണിസ്റ്റ്, ആന്റി കൊളിനർജിക്സ്, സാന്തൈൻ. സോ ഈ രീതിയിൽ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഏത് വന്നാലും നമുക്കപ്പോ അത് എഫക്റ്റീവ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, തേർഡ് വൺ, ഫിസിയോളജിക്കൽ ഫങ്ഷൻ ഓഫ് ഹിസ്റ്റമിൻ ഇൻ ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്. അതായത് GIT-യിൽ ഹിസ്റ്റമിന്റെ മെയിൻ റോൾ എന്താ? നമുക്കറിയാം, ഹിസ്റ്റമിൻ സ്റ്റൊമക്കിലുള്ള പൈറൈറ്റൽ സെല്ലില് H2 റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ആസിഡ് സെക്രീഷൻ കൂടും. ഇതാണ് മെയിൻ ആയിട്ടും ഹിസ്റ്റമിൻ GI ട്രാക്റ്റിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആസിഡ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ ഈ H2 ബ്ലോക്കേഴ്സിനെ എടുക്കുന്നത്. ഓക്കെ, then classification under which vildagliptin belongs to. ഫാർമക്കോളജിയിൽ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ 1 വേർഡ് ക്വസ്റ്റ്യന് വരാം ക്ലാസിഫിക്കേഷൻ പാർട്ടിൽ നിന്ന്. അപ്പൊ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ തറവായിട്ട് പഠിക്കാം. അതിന് നിങ്ങൾക്ക് വേരിയസ് നിമോണിക്സ് യൂസ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് അതിന്റെ ഫാർമക്കോളജി പഠിച്ചില്ലെങ്കിലും ആ ഡ്രഗ് കേൾക്കുമ്പോൾ ഏത് കാറ്റഗറി ആണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇപ്പൊ വിൽഡാഗ്ലിപ്റ്റിൻ നമ്മുടെ ക്ലാസ് കേട്ടിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഗ്ലിപ്റ്റിൻസ് ആർ കമ്മിങ് അണ്ടർ ദി കാറ്റഗറി ഓഫ് DPP-4 ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ പറയും ഗ്ലിപ്റ്റിൻസ് DPP-4 ഇൻഹിബിറ്റേഴ്സ് ആണ്. അതേപോലെ AC ഇൻഹിബിറ്റേഴ്സ്, ഇവർക്കെല്ലാം നമുക്ക് പെട്ടെന്ന് പേര് കാണുമ്പോൾ മനസ്സിലാവും. എല്ലാ ഡ്രഗും കുത്തിയിരുന്ന് കാണാതെ പഠിച്ചില്ല എങ്കിൽ കൂടി ആ ഡ്രഗിന്റെ ലാസ്റ്റ് നെയിം വെച്ചിട്ട് നമുക്ക് ഏത് കാറ്റഗറി ആണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ക്ലാസിഫിക്കേഷൻ അത്യാവശ്യം നോക്കിയിട്ടുള്ള ഒരാളാണെങ്കിൽ. ഇവിടെ ഗ്ലിപ്റ്റിൻ എന്നുള്ള ആ ഒരൊറ്റ ഇത് വെച്ചിട്ടാണ് നമ്മൾ DPP-4 ഇൻഹിബിറ്റേഴ്സ് ആണ് പറഞ്ഞത്. DPP-4 ഇൻഹിബിറ്റേഴ്സ് എവിടെ വരുന്നതാണ്? നമ്മൾ ഓറൽ ആന്റി ഡയബറ്റിക് ഏജൻസ് അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിക് ഏജന്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. ടൈപ്പ് 2 ഡയബറ്റിസിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ആണ്. വേണമെങ്കിൽ അങ്ങനെ പറയാം. അതായത് ഇപ്പോ ടൈപ്പ് 2 ഡയബറ്റിസിന്റെ ട്രീറ്റ്മെന്റിന് കൊടുക്കുന്ന DPP-4 ഇൻഹിബിറ്റേഴ്സിന് എക്സാമ്പിൾ ഒരെണ്ണം തരിക. ഇങ്ങനെയെല്ലാം പല രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. സോ DPP-4 ഇൻഹിബിറ്റേഴ്സിനെ പറ്റി എന്തൊക്കെ അറിയാം? പേര് സൂചിപ്പിക്കുന്ന പോലെ ഡൈപെപ്റ്റിഡൈൽ പെപ്റ്റിഡേസ് 4 എന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ്. ഈ എൻസൈമിന്റെ റോൾ എന്താ? നമ്മുടെ ബോഡിയിൽ ഇൻക്രിറ്റിൻസ് ഉണ്ട്. നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ റിലീസ് ചെയ്യുന്ന നോർമൽ ഹോർമോണുകളാണ്. GLP-1, GIP എന്നൊക്കെ പറയുന്നത്. ഇവര് നോർമലി ഇൻസുലിന്റെ സെക്രീഷൻ കൂട്ടുകയും ഗ്ലൂക്കഗോൺ സെക്രീഷൻ കുറയ്ക്കുകയും ചെയ്യുന്നവരാണ്. ഇപ്പൊ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവരിൽ നമുക്ക് ഇൻസുലിൻ സെക്രീഷൻ കൂടുതലാക്കുക വേണ്ട. അപ്പൊ ഇൻക്രിറ്റിൻസിനെ നമ്മൾ മെറ്റബോളൈസ് ചെയ്ത് പോകാതെ കീപ്പ് ചെയ്യണം. അപ്പോഴാണ് DPP-4 എൻസൈം വരുന്നത്. ഇതുണ്ടെങ്കിൽ ഇൻക്രിറ്റിൻസ് പെട്ടെന്ന് നശിച്ചു പോകും, ബ്രേക്ക് ഡൗൺ ആയി പോകും. സോ അത് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ കൊണ്ടുവന്ന ഡ്രഗ് ആണ് DPP-4 ഇൻഹിബിറ്റേഴ്സ്. വേണമെങ്കിൽ 3 മാർക്കിന് ഇത് ചോദിക്കാം. മെക്കാനിസം, യൂസസ്, ADR എന്നുള്ള രീതിയിലൊക്കെ. ദെൻ ഓറൽ ആന്റി ഡയബറ്റിക് ഡ്രഗ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഫാർമക്കോളജിയിൽ ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ പ്രോട്ടോടൈപ്പ് ഡ്രഗ്സിന്റെ മാത്രമേ ഫാർമക്കോളജി പഠിക്കാനായിട്ടുള്ളൂ.
സോ ഇത് നമുക്ക് വേരിയസ് നിമോണിക്സ് വെച്ചിട്ട് പഠിക്കാനായിട്ട് പറ്റും. അതെല്ലാം നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. ഇനി അടുത്തത് അമിനോ ആസിഡ് ഫ്രം വിച്ച് സെറോട്ടോണിൻ സിന്തസൈസ്ഡ്. സെറോട്ടോണിൻ സിന്തസൈസ് ചെയ്യുന്ന അമിനോ ആസിഡ് ഏതാണ്? ട്രിപ്റ്റോഫാൻ. പക്ഷെ നമുക്ക് അത് മാത്രം നോക്കിയാൽ പോരാ. ഇതേപോലെ വേറെ കുറച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അസറ്റൈൽ കൊളീൻ വരുന്ന ഏത് അമിനോ ആസിഡിൽ നിന്നാണ്? ദാറ്റ് ഇസ് കൊളീൻ. ഇനി ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ, എപ്പിനെഫ്രിൻ, ഈ 3 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെയും പ്രിക്കോസർ എന്ന് പറയുന്നത് ടൈറോസിൻ ആണ്. അടുത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എപ്പിനെഫ്രിൻ സിന്തസൈസ് ചെയ്യുന്ന അമിനോ ആസിഡ് ഏത്? അങ്ങനെ ചോദിച്ചാൽ ടൈറോസിൻ. ഡോപ്പമിൻ ആണെങ്കിലും സെയിം ആണ്. ഇനി ഹിസ്റ്റമിൻ ആണെങ്കിലോ പേര് വെച്ച് ഓർത്തിരിക്കാം. ഹിസ്റ്റമിൻ ഇസ് സിന്തസൈസ്ഡ് ഫ്രം ഹിസ്റ്റഡീൻ. ഓക്കെ, അപ്പോ ഒറ്റ ക്വസ്റ്റ്യനിന് നമുക്ക് ഇത്രയും ആൾക്കാരുടെ പ്രിക്കോസറിനെ കിട്ടി. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ട്രിപ്റ്റോഫാനിൽ നിന്ന് എങ്ങനെ സെറോട്ടോണിൻ എത്തുന്നു. അപ്പൊ ഈ പ്രിക്കോസർ ഒക്കെ ഓർത്ത് വെക്കാം. വെറുതെ നമ്മൾ ആ പ്രീവിയസ് ക്യൂപിയിലെ ക്വസ്റ്റ്യൻ മാത്രം നോക്കാതെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഓർത്ത് വെച്ചാൽ നമുക്ക് അത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻട്രാവീനസ് റൂട്ടിലൂടെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഇൻസുലിൻ ഏതാണ്? നമുക്കറിയാം ഇൻസുലിൻ എന്ന് പറയുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്ന റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഏതാണ്? സബ്ക്യൂട്ടേനിയസ് ആണ്. അതിലൊരു എക്സെപ്ഷൻ നമ്മുടെ റെഗുലർ ഇൻസുലിൻ ആണ്. റെഗുലർ ഇൻസുലിൻ മാത്രമാണ് നമ്മൾ IV ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുക. ഇത് മറന്നു പോകരുത്. ഇൻസുലിന്റെ വേരിയസ് പ്രിപ്പറേഷൻസ് ഒക്കെ നമുക്കറിയാം. റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ ഉണ്ട്, ഷോർട്ട് ആക്ടിങ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഉണ്ട്, ലോങ് ആക്ടിങ് ഉണ്ട്. ഇതിന്റെ എല്ലാം ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. അപ്പൊ റൂട്ടിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എല്ലാ ഇൻസുലിനും സബ്ക്യൂട്ടേനിയസ് ആയിട്ട് കൊടുക്കാം, ബട്ട് റെഗുലർ ഇൻസുലിൻ IV ആയിട്ട് കൊടുക്കാം. ബാക്കി ആരെയും നമ്മൾ IV ആയിട്ട് അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. ക്ലിയർ ആണോ? അത് ഓർത്ത് വെക്കാം. പിന്നെ ഇൻസുലിൻ പ്രിപ്പറേഷൻസ്, അതിനെപ്പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ 5 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ വരും സെഷൻസിൽ അത് ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്, വേരിയസ് ഇൻസുലിൻ പ്രിപ്പറേഷൻസിനെ പറ്റി ഒരു നോട്ട്. ഇനി തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ബുപ്പിവാക്സിൻ, അതാണ് ഞാൻ പറഞ്ഞത്. ക്ലാസിഫിക്കേഷൻ പഠിച്ചാൽ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു പാർട്ട് സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബുപ്പിവാക്സിൻ ലോക്കൽ അനസ്തെറ്റിക്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ബുപ്പിവാക്സിൻ ഇസ് കമ്മിങ് അണ്ടർ ദി കാറ്റഗറി ഓഫ് ലോക്കൽ അനസ്തെറ്റിക്. ലോക്കൽ അനസ്തെറ്റിക് എന്തിനു വേണ്ടിയാ കൊടുക്കാം? അനസ്തീഷ്യ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഏത് യൂസ് വേണമെങ്കിലും എഴുതാം. ഇപ്പൊ റീജിയണൽ അനസ്തീഷ്യ ഉണ്ട്, ലോക്കൽ ഇൻഫിൽട്രേഷൻ. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? റീജിയണൽ അനസ്തീഷ്യ ആണെങ്കിൽ ഒരു ലാർജ് ഏരിയനെ മൊത്തം നമുക്ക് അനസ്തറ്റൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോ നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് ആം മൊത്തം അല്ലെങ്കിൽ ലെഫ്റ്റ് ലെഗ് മൊത്തം അനസ്തറ്റൈസ് ചെയ്യണം, ലോക്കൽ അനസ്തറ്റിക് കൊടുക്കാം. ഇനി ലോക്കൽ ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഏരിയയെ മാത്രം അനസ്തറ്റൈസ് ചെയ്താൽ മതി. ഇപ്പൊ പല്ലെടുക്കുന്നു, ആ പല്ലെടുക്കുന്ന ഭാഗം മാത്രം അനസ്തറ്റൈസ് ചെയ്താൽ മതി. അപ്പൊ അതാണ് ലോക്കൽ ഇൻഫിൽട്രേഷനും റീജിയണൽ അനസ്തേഷ്യയും തമ്മിലുള്ള വ്യത്യാസം. ഇനി അതല്ല എങ്കിൽ സർജറി കഴിഞ്ഞുള്ള പെയിൻ മാനേജ് ചെയ്യാൻ നമുക്ക് ലോക്കൽ അനസ്തെറ്റിക്സിനെ കൊടുക്കാം. അപ്പൊ ബുപ്പിവാക്സിൻ എന്ന് കേൾക്കുമ്പോഴേ ഓർക്കാം അത് ലോക്കൽ അനസ്തെറ്റിക്കിൽ വരുന്നതാണ്. അപ്പൊ ലോക്കൽ അനസ്തെറ്റിക്സിന്റെ ജനറൽ ആയിട്ടുള്ള യൂസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ബുപ്പിവാക്സിൻ ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ അനസ്തെറ്റിക് കേസിലും കൊടുക്കും. ദെൻ ഞാനവിടെ എക്സ്ട്രാ മെൻഷൻ ചെയ്തിരിക്കുന്നത് അമൈഡ് ടൈപ്പ്. ലോക്കൽ അനസ്തെറ്റിക്സിനെ നമ്മൾ ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ബേസിസിൽ കൂടി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അമൈഡ് ടൈപ്പും എസ്റ്റർ ടൈപ്പും. അത് വേണമെങ്കിൽ നമുക്കൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഒരു അമൈഡ് ടൈപ്പ് ലോക്കൽ അനസ്തെറ്റിക്കിന് എക്സാമ്പിൾ തരിക, അല്ലെങ്കിൽ എസ്റ്റർ ടൈപ്പ് ലോക്കൽ അനസ്തെറ്റിക്കിന് എക്സാമ്പിൾ തരിക. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഒരൊറ്റ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ക്ലാസിഫിക്കേഷൻ മസ്റ്റ് ആയിട്ട് പഠിച്ചു പോവാം. ഇപ്പൊ വരെ ഈ ഒരു 7ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. അത് പഠിച്ചാൽ ഓൾമോസ്റ്റ് നമ്മൾ ഫാർമക്കോളജിയുടെ
50% കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ബിക്കോസ് ഡ്രഗിന്റെ കാറ്റഗറി അറിയാമെങ്കിൽ അതിന്റെ യൂസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദാറ്റ്സ് ദ ബെനിഫിറ്റ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് എന്താണ്? എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ് ഹൈപ്പർ കാൽസ്യമിക് ഹോർമോണും ഹൈപ്പോ കാൽസ്യമിക് ഹോർമോണും. കൺഫ്യൂഷന്റെ ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് ഓർത്ത് വെക്കാം. ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ, ദാറ്റ് മീൻസ് സിറം കാൽഷ്യം ലെവൽ കൂട്ടുന്ന ഹോർമോൺ ആരാണ്? പാരാതൈറോയിഡ് ഹോർമോൺ. എവിടെ നിന്നാണ് റിലീസ് ചെയ്യുക? പാരാതൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന്. പാരാതൈറോയിഡ് ഹോർമോൺ എങ്ങനെയാണ് ഈ കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യുക? 3 റൂട്ടാണുള്ളത്. ഇത് പറയാൻ കാരണം ഇത് നമുക്കൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. എങ്ങനെയാണ് ഈ പറയുന്ന പാരാതൈറോയിഡ് ഹോർമോൺ കാൽഷ്യം ലെവൽ കൂട്ടുക? ബോണില് എന്ത് ചെയ്യും? ബോൺ റീസോർപ്ഷൻ, ദാറ്റ് മീൻസ് ബോണിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാൽഷ്യത്തിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അങ്ങനെ കാൽഷ്യം ലെവൽ കൂട്ടും. ഇനി അതല്ല, കിഡ്നിയിൽ എന്താ ചെയ്യുക? കിഡ്നിയിൽ കാൽഷ്യത്തിന്റെ റീ അബ്സോർപ്ഷൻ കൂട്ടും. റീനൽ ട്യൂബ്യൂൾസിൽ നിന്ന് കൂടുതൽ കാൽഷ്യത്തിനെ തിരിച്ച് ബ്ലഡിലേക്ക് എടുക്കും. അങ്ങനെ കാൽഷ്യം ലെവൽ കൂടും. പിന്നെ മറ്റൊരു കാര്യം, വൈറ്റമിൻ ഡിയുടെ ആക്റ്റീവ് ഫോം കിഡ്നിയിൽ വെച്ചിട്ടാണ് ഫോം ചെയ്യുക. ആ ഫോർമേഷൻ കൂടും. വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ കാൽഷ്യം സുഖമായിട്ട് ഇൻഡസ്റ്റൈനിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, ഇതിന് നമുക്ക് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹൈപ്പോ കാൽസ്യമിക് ഹോർമോൺ ഏതാണ്? ദാറ്റ് ഇസ് കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ ഏത് ഗ്ലാൻഡ് ആണ് റിലീസ് ചെയ്യുക? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ്. ക്ലിയർ ആണോ? അപ്പോ കാൽസിറ്റോണിൻ കാൽഷ്യം കുറയ്ക്കുന്ന ആള്, പാരാതൈറോയിഡ് ഹോർമോൺ കാൽഷ്യം കൂട്ടുന്ന ആള്. കൂട്ടുക കുറയ്ക്കുക എന്നുള്ളത് രണ്ടും കൂടെ ഓർത്ത് വെക്കണ്ട. പാരാതൈറോയിഡ് ഹോർമോൺ കൂട്ടുക എന്ന് ഓർക്കുക, അല്ലെങ്കിൽ കാൽസിറ്റോണിൻ കുറയ്ക്കുക എന്ന് ഓർക്കുക. ഇവരാണ് എന്തായാലും കാൽഷ്യം ലെവൽ കൺട്രോൾ ചെയ്യുന്ന മെയിൻ ഹോർമോണുകൾ. സോ ഇത് മാറിപ്പോവാതെ പ്രത്യേകം ഓർത്തു വെക്കാം.